ഗണിതത്തിന്റെ വിരസമായ അളവുകോലുകൾക്കും ഘനഗംഭീര ആശയങ്ങൾക്കും തെല്ലിടവിട. ഹൃദയം തണുപ്പിക്കുന്ന ഗാനമാധുരിയും നൂപുരധ്വനികളും ഇവിടേക്ക് പെയ്തിറങ്ങുകയായി. സംഗീതത്തിന്റെയും ദൃശ്യവിസ്മയത്തിന്റെയും വസന്താരാമങ്ങളിൽ ഒരപ്പൂപ്പൻ താടി പോലെ നമുക്ക് പാറി നടക്കാം. അതെ, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. തരംഗ് 2011. സുരേന്ദ്രനാഥ തിലകൻ, കലാകൈരളിയുടെ എക്കാലത്തെയും മികച്ച കലാകാരൻ. ഒട്ടനവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിച്ച അതുല്യ നടൻ. തന്റെ കലാവൈഭവത്തിനുള്ള അംഗീകാരമായി ഒട്ടനേകം പുരസ്കാരങ്ങൾ ഈ മഹനീയ നടനെ തേടിയെത്തി. തരംഗ് 2011 ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി പത്മശ്രീ തിലകനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാന്യരെ, ഗുരുജനങ്ങളെ, ഗുരുജനങ്ങൾ എന്ന് ഞാൻ സംബോധന ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ അധ്യാപകരെ മാത്രമല്ല, വിദ്യാർത്ഥികളെയും കൂടി ചേർത്താണ്. അതെന്തുകൊണ്ട് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് ഞാൻ പറയാം. ഇപ്പോ ഈ കോളേജിന്റെ കലോത്സവമാണിന്ന്. തരംഗ് എന്നാണ് ഇതിന്റെ നാമധേയം. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഇതിന്റെ പ്രവർത്തകർ, വളരെ വൈകിയാണ് എൻ്റെ അരികിൽ വന്നതെങ്കിലും വിദ്യാർത്ഥികൾ എന്ന ഒരു പ്രത്യേക സ്ഥാനം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ ഇതിന് സമ്മതിക്കാനുണ്ടായത്. ഇന്നലെ രാത്രി 8 മണിക്ക് കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്ത് ഞാൻ അഭിനയിക്കുന്ന നാടകം അരങ്ങേറി തിരിച്ചൂടെ വെളുപ്പിന് 3 മണിക്ക് എത്തിയിട്ട് 2 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതും നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുള്ളൊരു പരിഗണന കൊണ്ട് തന്നെയാണ്. വിദ്യാർത്ഥികൾ എന്ന് ഞാൻ പറയുമ്പോൾ ഭാവിയിലെ എഞ്ചിനീയർമാരാണ് നിങ്ങൾ. ഞങ്ങൾക്ക് എല്ലാം സേവനം ചെയ്തു തരേണ്ട ആൾക്കാരാണ്. രാഷ്ട്രം കെട്ടിപ്പടുക്കേണ്ടവരാണ്. അപ്പൊ ആ ഉത്തരവാദിത്വ ബോധം നിങ്ങൾക്കുണ്ടായിരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ആ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ നിമിഷവും കല എന്ന് പറയുന്ന പ്രതിഭാസത്തിന് നിങ്ങളെ ഒരുപാട് സഹായിക്കാൻ കഴിയും. അത് മനസ്സിലാക്കിയിട്ടാണോ അതോ അല്ലാതെയാണോ നിങ്ങൾ ഈ ഉത്സവം വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും കല എന്ന് പറയുന്ന പ്രതിഭാസത്തെ സ്പർശിക്കാതെ നമുക്കാർക്കും ഇവിടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. ജീവിതത്തിന് കല അത്യന്താപേക്ഷിതമാണ് എന്ന് ചുരുക്കം. അപ്പൊ ഇവിടെ ഈ കോളേജിൽ മറ്റു കോളേജുകളെ പോലെ തന്നെ ഈ കലാ പരിപാടികളൊക്കെ അഭ്യസിക്കുകയും അത് അരങ്ങേറുകയും അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അതിന് ഞാനും എന്നെപ്പോലുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കലാകാരന്മാരും സഹകരിക്കേണ്ടതും ആവശ്യമാണ്. നമുക്ക് നമ്മുടെ പൂർവികന്മാരെ നോക്കിയും കണ്ടും പഠിച്ചും ഒക്കെ എന്തെങ്കിലും ആയിത്തീരാൻ പറ്റൂ. ഇപ്പം ഇവിടെ കയറി വന്നുടൻ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ എന്നെ കാണുന്നത് ഒരു കലാകാരൻ എന്നുള്ളതിനുപരി മുത്തശ്ശൻ എന്നുള്ള ഒരു രീതിയിലാണ്.
അങ്ങനെ അങ്ങോട്ട് കൈയടിക്കാൻ വരട്ടെ. മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ ഒരു 82-90 വയസ്സൊക്കെ അത്രയൊന്നും ഇല്ല കേട്ടോ, 75 ഉള്ളൂ. 1955 കൊല്ലം SN കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് ഞാൻ. അതെന്തിനാണ് എന്ന് നിങ്ങൾ അറിയാതെയാണ് കൈയടിച്ചത്. കമ്പൽസറി TC ആണ് എൻ്റെ കൈവശമുള്ളത്. കമ്പൽസറി TC തരുന്നതിന് കാരണം ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് കമ്പൽസറി TC? ഫോർ സീരിയസ് മിസ്കോണ്ടക്ട്. അപ്പം അത് അന്ന് 5, 6, 7 കോളേജ് കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. ഈ TC കാണിച്ച കോമ്പൗണ്ടിന് പുറത്ത് നിൽക്കാൻ പറയും, അകത്തോട്ട് കയറണ്ടെന്ന് പറയും. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പഠിച്ചത് ഇന്റർമീഡിയറ്റിന്റെ ലാസ്റ്റ് ബാച്ചിലാണ്. അതും ഫസ്റ്റ് UC, ഫസ്റ്റ് യൂണിവേഴ്സിറ്റി കോഴ്സ്. അതും പൂർത്തിയാക്കാൻ പറ്റിയില്ല. അന്ന് സാംബശിവൻ ഇവിടുത്തെ SF-ന്റെ സെക്രട്ടറിയാണ്. ഞാനും ഒരു SF-കാരനായിരുന്നു. എണ്ണം കുറവാണല്ലോ. ഇനി SF ആയിരുന്ന എൻ്റെ ഈ കലയിലേക്കുള്ള വളർച്ചയെക്കുറിച്ച് ഞാൻ ചെറുതായിട്ട് നിങ്ങളോടൊന്ന് പറയാം. കാരണം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കഥകൾ കേട്ടിരിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾക്ക് എഞ്ചിനീയറായി തന്നെ തുടരാം എന്ന് കരുതുന്നെങ്കിൽ അതിലും തെറ്റുണ്ട്. ചിലപ്പോൾ ഒരു വലിയ കലാകാരനായി പോയേക്കാം. മമ്മൂട്ടി ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം സന്നദ്ധെടുത്തതിന് ശേഷം ഒരു കേസ് പോലും വാദിച്ചിട്ടില്ല. ശ്രീകുമാരൻ തമ്പി ഒരു എഞ്ചിനീയറാണ്. പക്ഷെ അദ്ദേഹം എഴുതിയ കവിതകളും ഗാനങ്ങളും അദ്ദേഹം ട്യൂൺ ചെയ്ത ഗാനങ്ങളും നിങ്ങൾ ഇന്നും മൂളുന്നുണ്ട്. അപ്പോൾ എഞ്ചിനീയറാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും എഞ്ചിനീയർ ആണെന്ന് പറയാൻ ഒക്കില്ല. കലാകാരനും കൂടെ മിക്സ്ഡാണ്. അതുകൊണ്ട് നിങ്ങൾ കലയെക്കുറിച്ച് പഠിക്കണം. ഇപ്പം ഞാൻ കയറി വന്ന ഉടൻ തന്നെ ഉണരുമി എന്നുള്ള ഗാനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ ഒരു മുത്തശ്ശനായിട്ടാണ് കണ്ടിരിക്കുന്നത്. ആ ഒരു സന്തോഷത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ 19ാമത്തെ വയസ്സിലാണ് ഞാൻ കൊല്ലം SN കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, കമ്പൽസറി TC കൊടുത്തിട്ട് ഒരു കോളേജിലും കയറാൻ പറ്റില്ല. പിന്നെ ജീവിക്കാൻ എന്താണ് മാർഗം എന്നാലോചിച്ചിരുന്നു ഞാൻ. മുണ്ടക്കയം എന്ന സ്ഥലത്ത് റബ്ബർ എസ്റ്റേറ്റിലാണ് അച്ഛൻ്റെ ജോലി. ഞങ്ങൾ താമസിക്കുന്ന വീട് കഴിഞ്ഞാൽ മുഴുവൻ റബ്ബർ മരങ്ങളാണ്. മനുഷ്യനെ കാണാൻ 2-3 മൈൽ നടക്കണം. അപ്പോൾ ഒരു ജോലിയില്ലാതെ ഒന്നിലും എൻഗേജ് ആകാതെ വീട്ടിലിങ്ങനെ വെറുതെ കുത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് വരും. അങ്ങനെ ഞാൻ പയ്യെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും കാണാതെ പുറത്തേക്ക് ഇറങ്ങി. ടൗണിലൊക്കെ കറങ്ങി 5 മൈൽ നടക്കണം. ഒരിക്കൽ ആദ്യമായി ആരെയും അങ്ങനെ പരിചയമില്ല എനിക്ക്. ആദ്യമായി ചെല്ലുമ്പോൾ ഒരു മീറ്റിങ്ങിൻ്റെ സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു മീറ്റിംഗ് നടക്കാൻ പോകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയാണ്. ചുവന്ന കൊടികളുണ്ട്. അന്ന് ഈ മൈക്രോഫോൺ എന്ന് പറയുന്ന ഒരു അത്ഭുത വസ്തുവാണ്. 50കളിലാണ് ഞാൻ പറയുന്നത്. ചിരട്ട പോലുള്ള മൈക്ക് ഇങ്ങനെ ഇരിക്കും. അതാണ് വെച്ചിരിക്കുന്നത്. ഈ ശബ്ദം കേൾക്കാൻ വേണ്ടി അവിടെ ആൾ കൂടിയിരിക്കുകയാണ്. സ്പീക്കറിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ ഞാനും കൂടി. അപ്പം മൈക്കിന്റെ കണക്ഷനൊക്കെ കൊടുക്കുന്ന കണ്ട് ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനാണ് മൈക്കിന്റെ ആള്. ഞാൻ അയാളുടെ അടുത്ത് നിന്ന് ചുമ്മാ ചോദിച്ചു, ചേട്ടാ ഒരു പാട്ട് പാടിക്കോട്ടെ.
അപ്പൊ പുള്ളി ചോദിച്ചു വളരെ ഗൗരവത്തിൽ, എന്താ പാട്ടാ? ഞാൻ പറഞ്ഞു, ഒരു പാട്ടെന്ന് പറഞ്ഞത് എന്തോ പാട്ടാന്ന് ചോദിക്കേണ്ട കാര്യം എന്താ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാട്ടാണെങ്കിൽ പാടിയാൽ മതി. എത്ര സങ്കുചിതം എന്ന് ഞാൻ ആലോചിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ പാടാൻ പാടുള്ളൂ എന്നാലോചിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടെന്നാണോ ഉദ്ദേശിച്ചത്? അതെ, അതോ അങ്ങനെ പാടാം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം മൈക്ക് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞ്, എന്നെ തല്ലുകൊള്ളിക്കരുത്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടേ പാടാവൂ എന്ന്. അപ്പൊ എനിക്ക് തോന്നി, ഇന്ത്യ സ്വതന്ത്രയാണോ? കാരണം കമ്മ്യൂണിസ്റ്റ് പാട്ട് മാത്രമേ പാടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമില്ല എന്നർത്ഥം. കലാകാരന് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു. ഒടുവിൽ ഞാൻ വളരെ ആലോചിച്ചു. ഈ ചെറുപ്പക്കാരനെയും ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെയും കയ്യിലെടുക്കാൻ എന്താണ് മാർഗം? അതൊരു കലാകാരന്റെ കഴിവാണ്. ആദ്യമേ എല്ലാവരെയും ഒന്ന് കയ്യിലെടുക്കുക. ഇപ്പൊ ഞാനെടുത്ത പോലെ. ഒരു കോളേജിൻ്റെതായ യാതൊരു വൃത്തികേടുകളും ഇവിടെ ഇല്ലല്ലോ. ഞാൻ നിങ്ങളെ കയ്യിലെടുത്തിരിക്കുകയാണ്. ഒരു മാജിക്കാരന്റെ കഴിവോടുകൂടി. അങ്ങനെ ആ മൈക്ക് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഒരു പാട്ട് പാടി. ഇപ്പൊ നിങ്ങൾ പറയും പാടാൻ. ഇപ്പൊ പാടാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം ആദ്യം പറയാം. മുൻകൂർ ജാമ്യം. ബൈപ്പാസ് സർജറി കഴിഞ്ഞതാ. 18 കൊല്ലം കഴിഞ്ഞു. അപ്പൊ സ്വല്പം ബെല്ലോസ് ലീക്കാണ്. പിന്നെ ഇപ്പം 320 ഷുഗർ. വളരെ സ്ട്രിക്റ്റ് ഡയറ്റാണ്. എന്നാലും പാടിക്കളയാമെന്നൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. കേൾക്കണമെന്നുണ്ടോ? ബലികുടീരങ്ങളെ കേട്ടിട്ടുണ്ടോ? തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ. തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ. കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരിനാളങ്ങൾ. നിങ്ങൾ നിന്ന സമരാങ്കണ പൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി. നിങ്ങൾ നിന്ന സമരാങ്കണ പൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടി. ഇത് ആണ് ആദ്യം അവിടെ പാടിയത്. പാടിയപ്പോ വെറ്റയൊക്കെ മുറുക്കിയിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്ന് മുണ്ടൊക്കെ മടക്കി കുത്തി വന്നിട്ട് ചോദിച്ചു, അനിയ ഇങ്ങോട്ട്. ഞാൻ അടുത്തോട്ട് ചെന്നു. എന്താ പേര്? ഞാൻ പറഞ്ഞു തിലകൻ. ബാ പറയാം. നേരെ വിളിച്ചൊരു ചായക്കട കൊണ്ടുപോയി. എടോ 2 മടക്കസാൻ 2 ചായ, നല്ല സ്പെഷ്യൽ ചായ കേട്ടോ. എത്ര വരെ പഠിച്ചു? ഞാൻ പറഞ്ഞ 10ാം ക്ലാസ് കഴിഞ്ഞേ ഉള്ളൂ. അഭിനയിക്കോ? ഞാൻ പറഞ്ഞ അഭിനയിച്ചിട്ടില്ല. സ്കൂളിലും കോളേജിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. കോളേജിലുണ്ടോ അഭിനയിക്കാൻ? വലിയ ശല്യമായില്ല. കോളേജിൽ എന്താണ് അഭിനയിച്ചതെന്ന് ചോദിച്ചു ആദ്യം. ഞാൻ പറഞ്ഞു സ്കൂളിലെ പറഞ്ഞിട്ട് കോളേജിലേക്ക് കയറാം. സ്കൂളിൽ 10ാം ക്ലാസ്സിലായിരിക്കുമ്പോൾ തോപ്പിൽ ഭാസി എഴുതിയ അളിയൻ വന്നത് നന്നായി എന്ന നാടകം അഭിനയിച്ചു. കൂടെ അഭിനയിച്ചത് അന്ന് അയാളും ഇന്ന് നിങ്ങളെല്ലാവരും അറിയുന്ന
ഫിലിം ഡയറക്ടർ ജോൺ എബ്രഹാം ആയിരുന്നു. 3 വർഷം ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചു. 3-ാം വർഷം 10ാം ക്ലാസ്സിലാണ് ഈ നാടകം അവതരിപ്പിച്ചത്. അന്നാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു നടനാണ് എന്ന്. കാണികൾ പറഞ്ഞിട്ടുള്ള അറിവാണ്. അങ്ങനെ SN കോളേജിൽ വന്നപ്പോ പ്രൊഫസർ ശിവപ്രസാദ് ബയോളജി പ്രൊഫസറായിരുന്നു, സുവോളജി. അദ്ദേഹം ഒരു നടൻ കൂടിയായിരുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരൊക്കെ അദ്ദേഹത്തെ അറിഞ്ഞേക്കും. അദ്ദേഹവും സാംബശിവനും പ്രസിഡന്റും സെക്രട്ടറിയാണ് ആർട്സ് ക്ലബിന്റെ. എന്നെ അങ്ങോട്ട് ക്ഷണിച്ചു. എൻ്റെ ഒരു നാടകം കണ്ടിട്ട് ഹോസ്റ്റൽ ഫംഗ്ഷന് അവതരിപ്പിച്ച ഒരു നാടകം. ആദ്യമായി എനിക്ക് തന്ന റോള് ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ മാർക്ക് ആന്റണി ആയിരുന്നു. അന്ന് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് ജൂലിയസ് സീസർ. ഈ ജൂലിയസ് സീസർ പോയട്രിയാണ്. ഇംഗ്ലീഷ് നേരെ അറിയാൻ വയ്യാത്ത ഞാൻ എങ്ങനെ ഈ പോയട്രി പറയും എന്നാലോചിച്ച് വിഷമിക്കുക. അപ്പൊ കൊല്ലം SMB പാലസില് ആ പടം വരികയാണ്. 1953 പ്രൊഡ്യൂസ് ചെയ്ത ജൂലിയസ് സീസർ എന്ന ചിത്രം. അതിൽ മാർക്ക് ആന്റണി അവതരിപ്പിച്ചത് മാർലൺ ബ്രാൻഡോ ആയിരുന്നു. എന്നോട് പ്രൊഫസർ പറഞ്ഞു, നീ പോയിട്ട് 3 ദിവസത്തെ ഷോയും കണ്ടു. ആകെ 3 ദിവസത്തേക്കേ ഉള്ളൂ. ആർട്സ് ക്ലബിന്റെ ചെലവിൽ കണ്ടോളാൻ പറഞ്ഞു. ഞാൻ ഈ ഷോ എല്ലാം കണ്ടു. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, മാർലൺ ബ്രാൻഡോ മരിച്ചിട്ട് 2-3 വർഷമേ ആയിട്ടുള്ളൂ. ഈ അടുത്ത കാലത്താണ് മരിച്ചത്. മരിക്കുന്ന സമയത്ത് ഭയങ്കര തടിയായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ ഞാൻ 55-ൽ ജൂലിയസ് സീസർ കാണുമ്പോൾ വളരെ സ്ലിം ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. വളരെ ശക്തിയുള്ള ശരീരം പോലെ തോന്നും. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. ഞാൻ ഇതാണോ അവതരിപ്പിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. ഞാൻ ഭയപ്പെട്ട നിമിഷമാണത്. അങ്ങനെ 3 ദിവസം കൊണ്ട് ഞാനിത് കംപ്ലീറ്റ് കാണാതെ പഠിച്ച്, ഓരോ ചലനവും പഠിച്ച്, ഈ മാർലൺ ബ്രാൻഡോയുടെ ബോഡി ലാംഗ്വേജ് വരെ കാണാതെ പഠിച്ചിട്ട് ഞാൻ വന്നു. അപ്പൊ എല്ലാ ദിവസത്തെ റിഹേഴ്സലിലും കുറെ സ്റ്റുഡൻസ് വന്നിരുന്ന് എന്നെ കൂകി പൊക്കാറുണ്ടായിരുന്നു. അവരെ പൂർവാധികം ശക്തിയോടെ കൂകാൻ വേണ്ടി ഞാൻ സിനിമ കണ്ടു വന്നു കഴിഞ്ഞപ്പോഴും കൂടിയിട്ടുണ്ട്. സ്റ്റേജിലേക്ക് കയറി ഒരു കലക്കാണ്. മാർലൺ ബ്രാൻഡോയെ പോലെ തന്നെ കംപ്ലീറ്റ് സ്റ്റുഡൻസ് നിശബ്ദരായിരുന്ന് കണ്ടിട്ട് എന്റെ പ്രകടനം തീർന്നപ്പോൾ കൈയടിച്ചെന്നെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ഈ പ്രൊഫസർ മാത്രം മിണ്ടാതെ അവിടെ ഇരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തി ശിവപ്രസാദ് സാർ. ഞാൻ നടന്നടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, സാർ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്താ സാർ? എടാ, ഇതാ മാർലൺ ബ്രാൻഡോ കാണിച്ചതല്ലേ? അതെ. അത് നീ ഇവിടെ കാണിച്ചിട്ട് എന്ത് കാര്യം? ഈ കൊല്ലത്തുള്ളൊരു മുഴുവൻ കണ്ടതാ. നിന്റെ ഉള്ളിൽ ഒരു മാർക്കാന്നി ഉണ്ടോ? അല്ലെങ്കിൽ നിനക്കൊരു മാർക്കാന്ണിയെ ഭാവിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് കാണട്ടെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആരെയും ഇമിറ്റേറ്റ് ചെയ്യരുത്. നാം ഒരു രചന വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുറെ കഥാപാത്രങ്ങൾ വളരുന്നു. ആ വളർച്ച മനസ്സിലാക്കി അവരെ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. കലാകാരനാണെങ്കിൽ അത് സാധിക്കും. അതാണ് അഭിനയം. അഭിനയകലയെക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്, നിങ്ങളിൽ ആരെങ്കിലും ഇത് ആഗ്രഹിക്കുന്നെങ്കിൽ, അഭിനയകലയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരിക്കലും ആരെയും ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക. ഞാനിത് പറഞ്ഞത്, പല കോളേജ് സ്റ്റുഡൻസും നല്ല അഭിനയ ശേഷിയുള്ളവരാണ്. അവരെല്ലാം വരുമ്പോൾ അവരുടെയൊക്കെ ഓരോ ഇങ്ങനെ പൊങ്ങാറുണ്ട്. അത് ശരിയല്ല. പിന്നെ ചിലർ കൂളിംഗ് ഗ്ലാസ് വെച്ച് മാത്രമേ സ്റ്റേജിൽ കയറൂ. അതും ശരിയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് കഥാപാത്രമാകുക. എങ്കിലേ നിങ്ങൾക്ക്
അത് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഈ രചയിതാവ് എന്തുദ്ദേശിച്ചോ അത് വ്യാഖ്യാനിക്കലാണ് നാം ചെയ്യുന്നത്. എങ്കിലേ അത് വ്യാഖ്യാനിക്കാൻ പറ്റൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പരവൂർ ദേവരാജൻ എന്ന സംഗീത സംവിധായകൻ, അദ്ദേഹം ചെയ്തിട്ടുള്ള ഗാനങ്ങൾ ഇന്ന് കേട്ടാലും അതിൽ പരവൂർ ദേവരാജൻ എന്ന് എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. അദ്ദേഹത്തിന്റെ ശൈലിയാണത്, മറ്റാർക്കുമില്ലാത്ത ഒരു ശൈലിയാണത്. കാരണം അദ്ദേഹം ആരെയും ഇമിറ്റേറ്റ് ചെയ്യാറില്ല. പഠിച്ച വിദ്യ വെച്ച് അതിൽ നിന്നും സൃഷ്ടികൾ ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. നമുക്കാവശ്യം ചലനമാണ്, നിർജീവത അല്ല. ഈ തരംഗം എന്ന വാക്കിൽ ചലനം ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം ഒരു ജലാശയം നിശ്ചലമായിരിക്കുമ്പോൾ ഒരു ചെറിയ കല്ലെടുത്തിട്ടാൽ തരംഗം ഉണ്ടാവും. രാജ് കപൂറിന്റെ ഒരു പാട്ടുണ്ട്, ശാമുക്കോ സൂരജ് ബിന്ദിയ ബൻകർ സാഗറുമേ കോ ജായേ, സുബാ സവേരെ വോഹി സൂരജ് ആശാ ലേക്കർ ആയേ, നई तरंग है नई उमंग है ആസ്ക് ജ്യോതി ജലായോരേ. വൈകുന്നേരം സിന്ദൂരം വിതറിക്കൊണ്ട് കടലിനടിയിലേക്ക് പോകുന്ന സൂര്യൻ, അതേ സൂര്യൻ രാവിലെ കിഴക്കുതിച്ചു വരും, പുതിയ തരംഗവുമായി, പുതിയ ആശയുമായി, പുതിയ മോഹവുമായി. അതുകൊണ്ട് നാം ഓരോരുത്തരും ആശയുടെ ജ്യോതി ജ്വലിപ്പിക്കാനാണ് ആ പാട്ടിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തരംഗം വളരെ ആവശ്യമാണ്, ചലനമാണത്. കലയുടെ അടിസ്ഥാനവും അത് തന്നെയാണ്. ചലനം എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ടൈമിംഗ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയുടെ ചലനം കണക്കിലാണ്, ഒരു എഞ്ചിനീയറുടെ ജനനവും കണക്കിലൂടെയാണ്. അതുകൊണ്ട് സംഗീതം നിങ്ങളുടെ ഓരോരുത്തരുടെയും അടിസ്ഥാന സ്വഭാവമായിരിക്കട്ടെ. പാടണമെന്നില്ല, താളബോധം ഉണ്ടായാൽ മതി. നിങ്ങൾ നിർമ്മിക്കുന്ന ഓരോ പ്രോഡക്റ്റിനും താളമുണ്ട്. ഒരു ചിത്രകാരൻ വരയ്ക്കുന്ന ചിത്രത്തിന് താളമുണ്ട്. നിങ്ങളുടെ നടപ്പിന് താളമുണ്ട്. ഇതെല്ലാം വ്യാഖ്യാനിക്കുന്നത് സംഗീതത്തിലൂടെയാണ്. ഋഷഭം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഓരോ ശബ്ദത്തിന്റെ നിലയെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ സ്റ്റെപ്പ് കയറിയപ്പോ എന്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന എന്റെ ബന്ധു കൈതന്ന് സഹായിച്ചു. അതിലും ഉണ്ട് ഫിസിക്സ്. ജീവിതത്തിൽ ശാസ്ത്രവുമുണ്ട്, കലയുമുണ്ട്. ഞാൻ കൊടുക്കുന്ന ആക്ഷൻ അതിന് തുല്യ റിയാക്ഷൻ തന്നെങ്കിലേ എനിക്ക് ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റൂ. അതുപോലെ അഭിനയത്തിലുമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് അഭിനയിക്കുമ്പോൾ എനിക്കെതിരെ നിൽക്കുന്ന നിങ്ങൾ ആരാണോ ആ ആള് തത്തുല്യമായ റിയാക്ഷൻ തന്നെങ്കിലേ എനിക്ക് കയറാൻ പറ്റൂ. പക്ഷേ ദൗർഭാഗ്യവശാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ രോമാഞ്ചമായി നിങ്ങൾ കരുതുന്ന നമ്മുടെ സൂപ്പർ താരങ്ങൾക്ക് അത് താല്പര്യമില്ല. അവർക്ക് തിലകനെ മുമ്പിൽ വേണ്ട എന്നാണ് പറയുന്നത്. തിലകൻ പുറത്ത്. ഇപ്പൊ ഞാൻ സിനിമയിലില്ല, ഞാൻ സിനിമയിലുണ്ട്. എന്റെ ഒരു പടം ഇപ്പൊ റിലീസാകാൻ പോവുകയാണ്. അച്ഛൻ, മുത്തശ്ശനല്ല, അച്ഛൻ. വളരെയധികം മനോഹരമായ ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകുന്ന ഒരു ചിത്രമാണത്. ആ ചിത്രത്തിൽ ഞാനും മറ്റൊരു നടനും മാത്രം 2 മണിക്കൂർ. എനിക്ക് സംഭാഷണമില്ല, വെറും ഭാവാഭിനയം മാത്രം. അത് എൻ്റെ ഒരു വെല്ലുവിളിയായി ഞാൻ സ്വീകരിച്ചതാണ്. എൻ്റെ 54 വർഷത്തെ അഭിനയ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ചെയ്യുന്ന ഒരു വേഷമാണത്. സംഭാഷണമില്ലാതെ നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ആ വേഷം തിയേറ്ററിൽ എത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമാ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും. നിങ്ങൾ ഇന്നലത്തെ പത്രത്തിലും മിനിഞ്ഞാന്നത്തെ പത്രത്തിലും വായിച്ചിരിക്കും. എന്നിട്ട് മുങ്ങിച്ചാകാൻ തുടങ്ങിയപ്പോൾ കച്ചിത്തുരുമ്പെ പിടിക്കുന്ന പോലെ
KSFDCയുടെ MD പറഞ്ഞു, ഞങ്ങൾ അപേക്ഷിക്കാൻ തുടങ്ങുമായിരുന്നു, അനുവദിക്കാൻ തുടങ്ങുമായിരുന്നു, അപേക്ഷയിൽ തീയതി പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണെന്നൊക്കെ. അങ്ങനെ 3 തിയേറ്ററാണ് അനുവദിച്ചിരിക്കുന്നത്, അതും ഒരാഴ്ച മാത്രം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, ഒരു മുത്തച്ഛൻ എന്ന നിലയിൽ കാണുന്നെങ്കിൽ ആ ചിത്രം കാണുക. അലി അക്ബർ എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് ആ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. ഈ അലി അക്ബർ ചെയ്ത മറ്റൊരു ചിത്രമാണ് മുഖമുദ്ര, ഞാൻ ഡബിൾ വേഷം ചെയ്തത്. ആ അലി അക്ബർ അയാളുടെ സ്വന്തം ഭവനം വിറ്റ് 25 ലക്ഷം രൂപ ഉണ്ടാക്കി, അത് മുടക്കിയാണ് ആ ചിത്രം എടുത്തിരിക്കുന്നത്. ഇന്നലെ മിനിഞ്ഞാന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു, ചേട്ടാ ഇത് ഇറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ്. നിങ്ങൾ സഹായിക്കുക അവരിറക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത തിയേറ്ററിൽ വരുന്നെങ്കിൽ ആ ചിത്രത്തെ പ്രോത്സാഹിപ്പിക്കുക. എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാനുള്ള ഒരു വാക്ക് അതാണ്. നാം ഇവിടെ കൂടിയിരിക്കുന്നത് സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. സംസ്കാരത്തിന്റെ പോരായ്മ കൊണ്ട് ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന വൃത്തികേടുകളും അഴിമതികളും നമുക്ക് താങ്ങാൻ വയ്യാത്ത തരത്തിലായിട്ടുണ്ട്. ഇതിനെയൊക്കെ നേർവഴിക്ക് കൊണ്ടുപോകാനാണ് ഈ സാംസ്കാരിക പ്രവർത്തകരുടെ ആവശ്യം, സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ആവശ്യം. അത് കുറഞ്ഞു പോയിരിക്കുകയാണിപ്പോ. കാരണം ഈ ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാവരെയും പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു മാധ്യമമാണ്. നാടകവും അതുപോലെ തന്നെയാണ്. എന്തെങ്കിലും നിങ്ങളെ പെട്ടെന്ന് ധരിപ്പിക്കാനും അത് നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറക്കിത്തരാനും പറ്റിയ ഒരു മാധ്യമമാണ് സിനിമ, നാടകം എന്നിവ. അത് മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്, ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ബോംബ് വെക്കാമെന്ന് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ നിരപരാധികളെ കൊല്ലാമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ല നിങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, രാഷ്ട്ര നിർമ്മാണം നടത്താൻ പോകുന്നവരാണ് നിങ്ങളുടെ തലമുറ, പുത്തൻ തലമുറ. നിങ്ങൾ ശരിക്കും സംസ്കരിക്കപ്പെടണം, മനസ്സ് ശുദ്ധീകരിക്കപ്പെടണം, നിങ്ങളുടെ സ്വഭാവം രൂപീകരിക്കപ്പെടണം നല്ല ലെവലിൽ. അതിന് കല വളരെ ഉപകാരപ്പെടും. നിങ്ങൾ ഈ തരംഗത്തിലൂടെ അത് നേടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി ഞാൻ തുടക്കത്തിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഗുരുജനങ്ങളെ എന്ന് വിളിച്ച കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഞാൻ ഈ TKM കോളേജിലെ സ്റ്റേജിൽ നാടകം കളിച്ചിട്ടുണ്ട്. കൊല്ലത്ത് ഞാൻ നാടകം കളിക്കാത്ത ക്ഷേത്രങ്ങളില്ല. ഒരുമാതിരിപ്പെട്ട പബ്ലിക് പ്ലേസുകളിലൊക്കെ നാടകം കളിച്ചിട്ടുണ്ട്. നാടകത്തിന്റെ ഒരു കേന്ദ്ര സ്ഥാനമാണ് കൊല്ലം. അങ്ങനെ നോക്കുമ്പോ എന്നെ വളർത്തി ഇന്നത്തെ തിലകനാക്കി പത്മശ്രീ വരെ വാങ്ങിത്തന്നത് നിങ്ങളാണ്. നിങ്ങൾ എൻ്റെ ഗുരുക്കന്മാരാണ്. അത് ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരുടെ മക്കൾ മുതലാണ് ഞാൻ പറയുന്നത്, കുഞ്ഞുമക്കൾ മുതൽ. ഞാൻ സ്റ്റേജിൽ നിന്ന് ചിരിച്ചപ്പോ നിങ്ങളും ചിരിച്ചു, ഞാൻ കരഞ്ഞപ്പോ നിങ്ങളും കരഞ്ഞു. നിങ്ങളുടെ ഹൃദയം എൻ്റെ കൈവെള്ളയിൽ തന്നു. അത് നോക്കി ഞാൻ പഠിച്ചു എങ്ങനെ അഭിനയിക്കണം, എങ്ങനെ നിങ്ങളെ കയ്യിലെടുക്കണം. നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്, നിങ്ങളുടെ ഹൃദയമാണ് എന്നെ പഠിപ്പിച്ചത്. ഇങ്ങനെ അഭിനയിക്കൂ, ഇങ്ങനെ ആവിഷ്കരിക്കൂ എന്ന്. അതിന് നിങ്ങളോട് പറയാൻ, നന്ദി പറയാൻ എൻ്റെ വാക്കുകളില്ല. ഞാൻ പഠിച്ച ഒരു ഹിന്ദി കവിതയുടെ 4 ലൈൻ ആലപിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. സബ് ധർത്തി കാഗത് കരൂ, ലേഖനി സബ് ബനരായ, സാത്ത് സമുന്ദർ മഷികരൂം ഗുരു ഗുൺ ലിഖാന ജായ. ഈ ഭൂമി മുഴുവൻ കടലാസാക്കിയാലും, വൃക്ഷലതാദികൾ മുഴുവൻ പേനയാക്കിയാലും, 7 സമുദ്രങ്ങളും മഷിയാക്കിയാലും ഗുരുവിന്റെ ഗുണഗണങ്ങൾ എഴുതി തീർക്കാൻ സാധിക്കില്ല.
നിങ്ങൾ എൻ്റെ ഗുരുജനങ്ങളാണ്. നിങ്ങളോട് നന്ദി പറഞ്ഞ് തൃപ്തിപ്പെടുത്താൻ എൻ്റെ വാക്കുകളില്ല. അത് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച ഈ കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.